ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയ സ്നേഹിത, ജീവിത സാഹചര്യങ്ങളുടെ സങ്കീർണതകളാലോ സമ്മർദ്ദങ്ങളാലോ മാനസിക വ്യഥ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ താങ്കളിപ്പോൾ കടന്നു പോവുകയാണോ? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഊരാക്കുടുക്കിൽ പരിഹാരം എന്തെന്നോർത്ത് ഭാരപ്പെടുകയോ അല്ലെങ്കിൽ നാളെകൾ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നോർത്ത് ആകുലചിത്തരായിരിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ? ആർക്കും നിങ്ങളെ സഹായിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾ ഇപ്പോൾ നേരിടുകയാണോ? എങ്കിൽ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മുമ്പിൽ ഇതാ പ്രശ്നപരിഹാരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വഴി തുറക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി വരുന്ന കാഴ്ച നിങ്ങൾ കാണുവാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതോ ചെറുതോ ആകട്ടെ, നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും അറിയുന്ന കാരുണ്യവാനായ ദൈവം നിങ്ങളുടെ അവനിലുള്ള വിശ്വാസവും ആശ്രയവും പ്രതീക്ഷിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഈ സാഹചര്യത്തെ അതിജീവിക്കും. ഈ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് നിങ്ങൾക്ക് അവനുള്ള ആശ്രയവും വിശ്വാസവും ഉറപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അവൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള നാമമാണ്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. അവൻ്റെ വചനം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും വിളിച്ചപേക്ഷിക്കുവാൻ മതിയായ നാമമാണ് യേശുവിൻ്റെ നാമം. ഒരിക്കൽ യേശു ശിഷ്യന്മാരുമായി ഗലീല കടലിലൂടെ സഞ്ചരിക്കവേ ശക്തമായ കാറ്റിലും മഴയിലും അവർ സഞ്ചരിച്ച നൗക മുങ്ങിപ്പോകുമെന്ന് കരുതിയ സന്ദർഭമുണ്ടായി. ശിഷ്യന്മാർ യേശുവിനോട്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച നിമിഷം അവരുടെ അവിശ്വാസത്തെയും ഭീരുത്വത്തെയും ശാസിച്ചുകൊണ്ട് യേശു കാറ്റിനോടും കടലിനോടും അടങ്ങുവാൻ കൽപ്പിച്ചു. തൽക്ഷണം കടൽ ശാന്തമായി. ഇപ്പോൾ നിങ്ങൾ തകരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഏതു പ്രശ്നവുമായിക്കൊള്ളട്ടെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശു നിങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളെ അകറ്റി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും പ്രശ്നപരിഹാരവും നൽകുവാൻ ശക്തനായ ദൈവമാണ്. വചനം പറയുന്നു, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്കുള്ള രക്ഷയുടെ വൻകരം താമസിക്കുകയില്ല. അത് നിങ്ങളുടെ അരികെയുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇനി യാതൊരു പ്രതീക്ഷയും സാധ്യതയുമില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. അനാഥരായ 2 സഹോദരിമാരുടെ ഏക ആശ്രയമായിരുന്ന സഹോദരൻ രോഗിയായി മരിച്ചു. മുമ്പൊരിക്കൽ യേശു ആ ഭവനത്തിൽ വന്നപ്പോൾ അവരിൽ ഒരാളോട് ഇപ്രകാരം പറഞ്ഞു, മാർത്തേ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. നിന്റെ സഹോദരിയായ മറിയ തിരഞ്ഞെടുത്ത നല്ല അംശമായ എൻ്റെ വാക്കുകൾ. പക്ഷേ യേശുവിൻ്റെ ഈ വാക്കുകൾ അവരുടെ ജീവിത പ്രതിസന്ധിയിൽ അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് അവർക്ക് തോന്നി. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ യേശു 3 ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ സഹോദരനെ അവർക്ക് തിരികെ നൽകി. താങ്കളിപ്പോൾ ആയിരിക്കുന്ന സന്ദർഭം എല്ലാ പ്രതീക്ഷകൾക്കുമപ്പുറം സാധ്യതകളുടെ എല്ലാ വാതിലുകളും അടഞ്ഞ സാഹചര്യം എന്ന് തോന്നിയാലും ഞാൻ ഉറപ്പായും പറയുന്നു, ഇപ്പോൾ താങ്കൾക്ക് വേണ്ടി യേശു ഒരു വഴി തുറക്കും. ധൈര്യത്തോടെ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കൂ. താങ്കൾ നിശ്ചയമായും ഈ പ്രതിസന്ധിയെ അതിജീവിച്ചിരിക്കും. താങ്കളിപ്പോൾ ഭാവിയെ നോക്കി ആകുലചിത്തനായി ഭയത്തോടെയും ആശങ്കയോടെയും കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങളിലാണോ? യേശുവിൻ്റെ വാക്കുകൾ കേൾക്കൂ, ധൈര്യപ്പെടൂ. യേശു പ്രകാരം പറയുന്നു, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം മനോഹരമായി ചമയിക്കുന്നു എങ്കിൽ
അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അതേ പ്രിയ ദൈവപൈതലേ, സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും താങ്കൾക്ക് ആവശ്യമെന്നറിയുന്നു. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കൂ. നിങ്ങൾ നിശ്ചയമായും ദൈവത്തിൻ്റെ നീതിയും സമാധാനവും ദൈവിക സന്തോഷവും പ്രാപിച്ചിരിക്കും. യേശു നിങ്ങളെ കൈവിടില്ല. ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും, എത്രമാത്രം നിങ്ങൾ നിസ്സഹായനായാലും, എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുമ്പിൽ അസ്തമിച്ചാലും, സർവശക്തനായ കർത്താവും രക്ഷിതാവുമായ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും. വിചാരപ്പെടേണ്ട, മനം കലങ്ങേണ്ട, ആകുലചിത്തനാകേണ്ട. ഇതാ സഹായകൻ നിങ്ങളുടെ അരികിലുണ്ട്. അവിടുത്തോട് നിങ്ങളുടെ സങ്കടം പറയൂ. കേൾക്കാനും പരിഹാരം നൽകാനും അവിടുന്ന് മനസ്സുള്ളവനും മതിയായവനുമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തട്ടെ. യേശു ജീവിക്കുന്നു, നിങ്ങൾക്കായി, എനിക്കായി. ഗോഡ് ബ്ലെസ് യു.